ഇന്ന് ഗുരുപൂർണിമ. അറിവ് പകർന്നവരോടുള്ള ആദരത്തിന്റെ ദിവസമാണ് ഗുരുപൂർണിമ. ആഷാഢമാസത്തിലെ പൗർണമി വ്യാസപൂർണിമയായും ഈ ദിനം ആഘോഷിക്കുന്നു. ഇരുട്ടിന്റെ മാനത്ത് പൗർണമിയുടെ തെളിനിലാവ്, മനസ്സിന്റെ മച്ചിൽ അറിവിന്റെ നിറവെളിച്ചം. അറിവിന്റെ അവിരാമ പ്രവാഹത്തിൽ ഗുരുവിന്റെ കാൽക്കൽ ശിഷ്യന്റെ സാഷ്ടാംഗ പ്രണാമം. വിഘ്നേശ്വരനെ കൊണ്ട് മഹാഭാരതം എഴുതിച്ച വ്യാസന്റെ പിറവി ഈ ദിവസമാണ്. സത്യവതിയുടെയും പരാശരമുനിയുടെയും പുത്രനായി കൃഷ്ണദേവായനൻ ജനിച്ച ദിവസം വ്യാസപൂർണിമയുമാണ്. ബോധനിലാവ് ഉള്ളിലുദിച്ച ശേഷം ബുദ്ധൻ ആദ്യ പ്രബോധനം നടത്തിയ ദിവസം. ഇന്ദ്രഭൂതി ഗൗതമസ്വാമിയായ ഈ നാൾ ജൈനർക്കും ആഘോഷമാണ്. പരമശിവൻ ഹിമാലയ സാനുക്കളിൽ സ്വർഗീയതയിൽ സപ്തർഷികൾക്ക് ജ്ഞാനം പകർന്ന് ആദിഗുരുവായതും ഇതുപോലൊരു പൗർണമിയിലാണ്. ഗുരുശിഷ്യബന്ധം അമ്മയും കുഞ്ഞും പോലെയെന്ന് സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീനിൽ OV വിജയൻ അനുഭവസാക്ഷ്യമായി കുറിച്ചു. അത് മാർക്കടന്റെയോ മാർജാരന്റെയോ മാതൃകയിലാകാം. പൂച്ചക്കുഞ്ഞിനെ കടിച്ചുപിടിച്ച് അമ്മ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നു. അമ്മയെ പൂണ്ടുപിടിച്ച് കുട്ടിക്കുരങ്ങൻ വീഴാതെ സ്വയം കാക്കുന്നു. അറിവിന്റെ നിറവോടെ ഒരു പുനർജനിയില്ലെങ്കിൽ ജന്മത്തിന്റെ താളുകൾ ശൂന്യം തന്നെ, ഉറപ്പോടെ പറഞ്ഞു ഖലീൽ ജിബ്രാൻ. തന്നേക്കാൾ ഉയരട്ടെ ശിഷ്യനെന്ന് ഉള്ളാലെ ആഗ്രഹിച്ചാശംസിക്കുന്ന ഗുരുക്കന്മാർക്കുള്ള ഉള്ളു തുറന്ന ആദരത്തിനുള്ള അവസരമാണ് ഓരോ ഗുരുപൂർണിമയും. സാഗരത്തെ ഉയർത്തുന്ന സാന്നിധ്യമാണ് ചന്ദ്രബിംബത്തിന്റെ പൂർണ്ണത. മൃഗത്തിന്റെയും മരത്തിന്റെയും മനോനില മാറ്റുന്ന പൗർണമിയിൽ മനുഷ്യ മനസ്സിലും ഒരു അലയുയരാം. ന്യൂസ് ഡെസ്ക്, അമൃത TV.